ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന മുദ്രാവാക്യം തെറ്റിച്ചെഴുതി കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സഹമന്ത്രി സാവിത്രി ഠാക്കൂർ. സർക്കാർ സ്കൂളിൽ നടന്ന സ്കൂൾ ചലോ അഭിയാൻ പരിപാടിക്കിടെ ബോർഡിൽ വാചകം എഴുതുമ്പോഴാണ് മന്ത്രിയുടെ മാതൃഭാഷാ നൈപുണ്യം പുറത്തു വന്നത്. നെറ്റ് നീറ്റ് പരീക്ഷകളുടെ പേരിൽ കേന്ദ്ര സർക്കാർ വൻ പ്രതിഷേധം നേരിടുമ്പോഴാണ് സഹമന്ത്രിയുടെ അബദ്ധം വൈറലായിരിക്കുന്നത്. മധ്യപ്രദേശിലെ ദർ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ നടന്ന സ്കൂൾ ചലോ അഭിയാൻ പരിപാടിക്കിടെ ബോർഡിൽ എഴുതുമ്പോഴാണ് തെറ്റ് സംഭവിച്ചത്. ദർ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ സാവിത്രി ഠാക്കൂർ പരിപാടിയിലെ മുഖ്യാതിഥിയായിരുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന വാചകം ബോർഡിൽ എഴുതാൻ ശ്രമിക്കുകയായിരുന്നു മന്ത്രി. എന്നാൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ പിന്മാറുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ പലരും മന്ത്രിയെ വിമർശിച്ച് രംഗത്ത് വന്നു. ഭരണഘടനാ പദവികളും വലിയ വകുപ്പുകളുടെ ചുമതലകളും വഹിക്കുന്നവർക്ക് സ്വന്തം മാതൃഭാഷയിൽ പോലും എഴുതാൻ കഴിയില്ല എന്നത് ജനാധിപത്യത്തിന്റെ ദൗർഭാഗ്യമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മാതൃഭാഷ എഴുതാൻ പോലും അറിയാത്ത അവർക്ക് എങ്ങനെ തന്റെ വകുപ്പുകളെ കൈകാര്യം ചെയ്യാനാകുമെന്നും കോൺഗ്രസ് പരിഹസിച്ചു. ഒരു വശത്ത് രാജ്യത്തെ പൗരന്മാർ സാക്ഷരരാണെന്ന് അവകാശപ്പെടുന്നു, എന്നാൽ മറുവശത്ത് കേന്ദ്രമന്ത്രിമാർക്ക് പോലും സാക്ഷരതയില്ല. ഇതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലെന്നും ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടതാണെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ മിശ്ര പറഞ്ഞു. അതേസമയം മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗാറും മന്ത്രിയെ വിമർശിച്ച് രംഗത്തു വന്നു. റബ്ബർ സ്റ്റാമ്പായ മന്ത്രിമാരെ മാത്രമാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സർക്കാരിൽ ആവശ്യമുള്ളതെന്നും ഒരു ജനപ്രതിനിധി എങ്ങനെ ആവണമെന്നതിന് പ്രത്യേക മാനദണ്ഡമില്ലെന്നും ഉമാങ് സിംഗാർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നീറ്റ് നെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയുടെ അക്ഷരവിദ്യാഭ്യാസമില്ലായ്മ പുറത്തു വന്നിരിക്കുന്നത്. പി ജെ അരുൺ, കൈരളി ന്യൂസ്.